നമുക്ക് എടുത്തു തുടങ്ങാം. വലിയ പ്രശ്നം വല്ലതും വരികയാണെങ്കിൽ നിർത്താം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഒന്നിൽ 3 7 വരെയാണ് എടുത്തത്, 8 വരെ എടുത്തോ? 7 വരെ സാറേ. 7 വരെ. അപ്പൊ ഇനി 8 എടുക്കണം. തേഹോചുപ്പുനുഫോ അഭൂജ്യോന യുദ്ധമഫക്തേരി അയം ആഫ്യേ അന്തരിരി ഫോ അയാഫ്യ ആംഗിരഫഃ അംഗാനാം ഹിരഫഃ. തേഹ ഊചുഹു, അവർ പറഞ്ഞു, ആ ദേവന്മാർ പറഞ്ഞു, ക്വ നു ഫോ അഭൂത്. ക്വ എവിടെ, നു ആവട്ടെ, ഫോ അവൻ, ഫഹ അഭൂത് ആയിരുന്നു, മുഖ്യപ്രാണനിലേക്ക് വാഗാദികളായ ഇന്ദ്രിയങ്ങളെ ചേർത്തു എന്നാണ് ഇതുവരെയുള്ള ഓരോ ഇന്ദ്രിയങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങൾക്ക്, വാഗാദികളായ ഇന്ദ്രിയങ്ങൾക്ക് സംഭാഷണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കി അവര് ദേവന്മാരുടെ ആവശ്യമനുസരിച്ചിട്ട് സംഭാഷണം ചെയ്യാനും കേൾക്കാനും അതേപോലെ കാണാനും ഒക്കെ ആരംഭിച്ചു. അങ്ങനെ ദേവന്മാരുടെ ഹിതാനുസരണം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഈ ദേവന്മാർ ഇതുകൊണ്ട് തന്നെ മൃത്യുവിനെ അതിക്രമിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അസുരന്മാർ ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളോടും അവർക്ക് വേണ്ടി പറയാൻ ആവശ്യപ്പെട്ടു. ഇവർ പാപപ്രവർത്തികളുള്ളവരായിരുന്നു അസുരന്മാർ എന്നുള്ളത് കൊണ്ട് അവര് പറഞ്ഞ വാക്കുകൾ കൂടി ചീത്ത വാക്കുകൾ കേട്ടു. അങ്ങനെയാണ് വാഗിന്ദ്രിയങ്ങൾക്ക് ചീത്ത വാക്കുകൾ പറയാനും ശ്രവണേന്ദ്രിയങ്ങൾക്ക് ചീത്ത കേൾക്കുവാനും നേത്രങ്ങൾക്ക് ദുഷ്ടകാഴ്ചകൾ കാണുവാനും ഒക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആ വാഗാദികളായ ഇന്ദ്രിയങ്ങളുടെ മുഖ്യപ്രാണനായ പ്രാണൻ, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ആ പ്രാണനെ ഉപാസിച്ചാൽ പ്രാണോപാസന കൊണ്ട് ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങളെയും അവയുടെ ദേവതകളെയും ഒക്കെ മുഖ്യപ്രാണനിലേക്ക് പ്രാപിപ്പിക്കപ്പെട്ട ആ പ്രജാപതിയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദേവൻ എവിടെയാണെന്നിപ്പോൾ അന്വേഷിക്കുകയാണ്. ആ ദേവന്മാർ ചോദിച്ചു, ആ മൃത്യുവശത്തിൽ അകപ്പെടാൻ പോയിരുന്ന വാഗാദികളായ ഇന്ദ്രിയങ്ങളെ മുഖ്യപ്രാണൻ രക്ഷിച്ച് അതിൻ്റെ അപ്പുറത്ത് എത്തിച്ചു എന്ന് പറഞ്ഞു വെച്ചു. എവിടെയാണ് കൊന്നു ഫോ അഭൂത്, എവിടെയായിരുന്നു അവർ? കാരണം ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങൾ അവയുടെ സ്വഭാവത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ ദേവൻ എവിടെയാണ്? ആരാണ് വാഗാദികളായ ഇന്ദ്രിയങ്ങളെ അവയുടെ സ്വപ്രവൃത്തികളിൽ നിന്നും മോചിപ്പിച്ച് പ്രാണനിലേക്ക് ചേർത്ത്, മുഖ്യപ്രാണനിലേക്ക് ചേർത്ത് അതിൽ നിന്നും മൃത്യുവിനെ അതിക്രമിച്ച് വിട്ടത് ആരാണ് എന്ന്?
ആ ദേവന്മാർ ചോദിച്ചു, കൊനുഫോ ഭൂത് യോ ന ഇത്തം അഫക്തേതി. ആരാണോ ഞങ്ങളെ ഇപ്രകാരം അഫക്തരാക്കി മാറ്റിയവർ ആരാണ്? അവൻ എവിടെയാണ്? ആ ദേവൻ എവിടെയാണ്? നമ്മളെ ഇപ്രകാരം ദേവഭാവത്തോട് കൂടി ചേർത്തവരാണ്. അതാണ് അഫക്തം. ഇത്തിരി കഴിഞ്ഞ് വിളിക്കാമോ? ക്ലാസ്സിലാണ്. യുദ്ധം അഫക്തേതി. ഇങ്ങനെ അഫക്തന്മാർക്ക് ചേരാത്തവർ, ഭക്തിയില്ലാത്തവർ, ദേവഭാവത്തോട് ചേരാതെ അതിനോട് മറ്റുള്ള ആസുരവൃത്തികളിൽ നിന്നും മാറ്റി ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങളെ ദേവഭാവത്തോട് ചേർത്ത് വെച്ച അവൻ ആരാണ് എന്ന് ചോദിച്ചു. യുദ്ധമസക്തി അയമാസിയെ അന്തര ഇതി. ഇവൻ വായുടെ അകത്താണ്. അയം ആസ്യേ അന്തര് ഇതി. അയം ഇവൻ ആസ്യേ, ആസ്യം എന്ന് വെച്ചാൽ വായാണ്. ആസ്യേ എന്ന സപ്തമിയാണ്. വായിൽ അന്തര് അകത്ത് ഇതി ഇങ്ങനെ. അത് വായുടെ അകത്താണ്. അതുകൊണ്ടാണ് അതിനെ ആസ്യേ അയം എന്നുള്ള വാക്കുപയോഗിച്ചത് അയാസ്യ എന്ന് പേര് കൊടുത്തത്. ഫോ അയാസ്യ, ആസ്യേ അന്തര് അയാസ്യ ഒരു വാക്കുണ്ടാക്കിയതാണ്. ആസ്യത്തിന്റെ അകത്ത് ആണ് എന്നുള്ളത് കൊണ്ട് അയാസ്യ എന്ന് അവന് പേരുണ്ട്. ഇങ്ങനെ ആസ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന മുഖ്യപ്രാണൻ, വായിൽ കൂടി പുറത്തേക്ക് കടന്നു പോകുന്ന മുഖ്യപ്രാണൻ, പഞ്ചപ്രാണങ്ങളെ ഒന്ന് ചേർത്തുകൊണ്ടാണ് ഈ പ്രാണൻ പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും. അതുകൊണ്ട് ആസ്യത്തിലുള്ള ഇതിനെ അയാസ്യ എന്ന് പേരുണ്ട്. ആംഗിരഫ എന്നും പേരുണ്ട്. അംഗാനാം ഹിരഫ എന്നുള്ളത് കൊണ്ട് എല്ലാ അംഗങ്ങൾക്കും രസമുണ്ടാക്കി കൊടുക്കുന്നത് ഈ പ്രാണനാണ്. പ്രാണനില്ലെങ്കിൽ ഒരംഗത്തിനും ഒരു രസവും ഇല്ല. അംഗത്തിനു വേണ്ട രസകങ്ങൾ എന്നുവെച്ചാൽ ധാതുക്കൾ, അതേപോലെ രക്തം, മജ്ജ, മാംസം എന്നിങ്ങനെയുള്ള ഈ രസങ്ങളൊക്കെ അതാതിടത്തുണ്ടാക്കി കൊടുക്കാൻ പ്രാണൻ വേണം. പ്രാണനില്ലെങ്കിൽ രസങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ അംഗങ്ങളുടെ രസമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഈ പ്രാണന് ആംഗിരസൻ എന്നു പേരുണ്ട്, അയാസ്യൻ എന്നും രണ്ടു പേരുണ്ട്. ആരാണ് ഈ ദേവത എന്ന് ചോദിച്ചപ്പോൾ പ്രാണൻ തന്നെ എന്നൊറ്റ വാക്കിൽ പറഞ്ഞു. പക്ഷെ ആ പ്രാണന്റെ വ്യാപാരത്വത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചതാണ്. ആസ്യത്തിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് അയാസ്യനെന്നും അംഗങ്ങളുടെ രസമായതുകൊണ്ട് ആംഗിരസെന്നും ഈ മുഖ്യപ്രാണന് പേരുണ്ട്. ഈ മുഖ്യപ്രാണനാണ് നിങ്ങളെയൊക്കെ, ഈ ദേവാദികളെയൊക്കെ ദേവഭാവത്തോട് ചേർത്ത് അപ്പുറത്ത് കിടന്നത് മുഖ്യപ്രാണനാണ്. തേഹോ ചുക്കുനുസോഭൂത് യോന യുദ്ധമസക്തേതി അയമാസിയ അന്തരിതി ഫോ അയാസ്യ ആംഗിരഫ അംഗാനാം ഹിരഫ. തേഹോ ചുക്കുനുസോഭൂത് യോന യുദ്ധമസക്തേതി അയമാസിയ അന്തരിതി ഫോ അയാസ്യ ആംഗിരഫ അംഗാനാം ഹിരഫ. ഫാവാ ഏഷാ ദേവത ദൂർനാമ ദൂരം ഹ്യസ്യാ മൃത്യുഃ ദൂരം ഭവാസ്മാൻ മൃത്യുർഭവതി യ ഏവം വേദാം. സാ വാ, സാ അത്, വാ തന്നെ, ഏഷാ ദേവത അങ്ങനെയുള്ള ഈ ദേവത ദൂർനാമം, ദൂഹു എന്ന പേരോടുകൂടിയതാണ് ഈ ദേവത. ഈ പ്രാണനെ കൊടുക്കുന്ന മറ്റൊരു പേരാണ് ദൂഹു എന്ന്. ദൂഹു എന്ന് പേര് വരാൻ കാരണം ദൂരം ഹ്യസ്യാഹ മൃത്യു. ഈ ദേവതയിൽ നിന്നും മൃത്യു വളരെ ദൂരത്തിലാണ്. വളരെ ദൂരത്തിലാണ് മൃത്യു എന്നുള്ളത് കൊണ്ട് ഈ പ്രാണദേവതയ്ക്ക് ദൂഹു എന്നൊരു പേര് കൊടുക്കുകയാണ്. ഫാവാ ഏഷാ ദേവത ദൂഹു നാമ ദൂരം ഹി അസ്യാഹ മൃത്യു. അസ്യാഹ ഇതിൽ നിന്നും മൃത്യു ദൂരം, മൃത്യു വളരെ ദൂരെയാണ്. ദൂരം ഭവ
അസ്മാൻ മൃത്യുർഭവതി ഏവം വേദ. ഇങ്ങനെ മൃത്യുവിൽ നിന്നും വളരെ ദൂരത്താണ് ഈ പ്രാണൻ എന്ന് ആരാണോ അറിയുന്നത് അവനാണ് ശരിക്കും ഈ മൃത്യുവിനെയും പ്രാണനെയും ശരിക്കും അറിയുന്നത് അവരാണ്. ഈ ദൂര് എന്ന ദേവത ദേവന്മാരുടെ വളരെ പ്രസിദ്ധമാണ്. കാരണം അത് മൃത്യുവിൻ്റെ അടുത്തെങ്ങും നിൽക്കില്ല, വളരെ ദൂരെയാണ്. വാഗാദികളുടെ ആത്മാവാണെന്ന് പറഞ്ഞതുകൊണ്ട് വാഗാദികളായ ഇന്ദ്രിയങ്ങളിലെ ആത്മസ്വരൂപമാണ് പ്രാണൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാഗാദികൾക്കുണ്ടാകുന്ന ഗുണവും ദോഷവും ഒക്കെ പ്രാണനും ഉണ്ടായിക്കൂടെ എന്ന ചോദ്യത്തിന് എന്ന പരിഹാരമാണ് ദൂരെന്ന ഈ പേര് തന്നെ ഇതിൻ്റെ ശുദ്ധിയെ കാണിക്കുകയാണ്. കാരണം മൃത്യുവിൽ നിന്നും വളരെ ദൂരെയാണ് എന്നുള്ളത് കൊണ്ട് വിഷയത്തോട് കൂടിച്ചേരുന്ന ദോഷം ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം വാഗാദികളായ 5 ഇന്ദ്രിയങ്ങളിലെ ആത്മസ്വരൂപമാണ് പ്രാണൻ എന്ന് പറഞ്ഞു. കാരണം പ്രാണന്റെ മഹാത്മ്യമാണ് പറഞ്ഞു വരുന്നത്. എന്ത് വേണം പ്രാണോപാസനെ കുറിച്ച് പറയാൻ? വാഗാദികളായ ഇന്ദ്രിയങ്ങളുടെ ആത്മസ്വരൂപമാണ് പ്രാണൻ. ശരി, അങ്ങനെയാണെങ്കിൽ വാഗാദികളായ ഇന്ദ്രിയങ്ങൾക്ക് 2 ഗുണവും ദോഷവും ഉണ്ടാകാമെന്ന് പറഞ്ഞു. നല്ല വാക്കും പറയും, ചീത്ത വാക്കും പറയും. ചെവിക്കും അങ്ങനെയാണ്, മൂക്കിനും അങ്ങനെയാണ്, സ്പർശത്തിനും അങ്ങനെയാണ്, ഇവിടെ തൊലിക്കും അങ്ങനെയാണ്. ഇതിനെല്ലാം ഇത് വരും. അപ്പോൾ ഈ ആത്മസ്വരൂപമായ ദേവതയ്ക്ക് ഈ ദോഷവും വരില്ലേ? ന്യായമായ ഒരാശങ്കയാണ്. വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്ന് കാണിക്കാനാണ് ദൂരെയാണ് എന്ന് പറയാൻ കാരണം. എന്താണ് അവിടെ മൃത്യുവിൽ നിന്നും ദൂരെയായതുകൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ മൃത്യുവിനെ ബാധിക്കാം, പക്ഷെങ്കിൽ ആത്മാവിനെ ബാധിക്കില്ല. ആത്മാവിന് ഈ ദോഷങ്ങളൊന്നും ബാധിക്കാത്തതാണ്. അതിപ്പോ പരിശുദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വിഷയാസംഗത്വം ആത്മാവിനില്ല, ഇന്ദ്രിയങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ദൂരെയാണത്. അത് ഈ പ്രാണനും ദൂരെ ആയതുകൊണ്ടാണ് ദൂരെന്ന് പേരുണ്ടായത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രാണനെ ഉപാസിക്കുന്നവർക്ക് വിഷയത്തോട് സംഘമുള്ള മൃത്യു ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പ്രാണനെ ഉപാസിച്ചാൽ ആ പ്രാണോപാസനയുടെ ഫലമായി പ്രാണൻ നേരിട്ട് ബ്രഹ്മലോകത്തിലേക്കെത്തി സാക്ഷാത്കാര സ്വരൂപത്തിലേക്ക് സമാധിയിൽ ചെന്നു ചേരുകയുള്ളൂ. ഭൗതികമായൊരു മൃത്യു അവനുണ്ടാവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രാണനെ ഉപാസിച്ചാൽ മാത്രമേ വിഷയത്തോട് സംഘമുള്ള മൃത്യു ഇല്ലാതിരിക്കുകയുള്ളൂ എന്നുള്ള ഫലശ്രുതിയോടുകൂടിയാണ് ദൂരെ എന്ന കൽപ്പന ഈ പ്രാണദേവതയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് പ്രാണനിൽ ദുഷ്ടതകളൊന്നും ബാധിക്കത്തില്ല, മൃത്യുവിൽ നിന്നും വളരെ ദൂരെയാണ്. ഫാവായേഷാ ദേവതാ ദൂർനാമ ദൂരം ഹ്യസ്യാ മൃത്യുഃ ദൂരം ഹവാസ്മാൻ മൃത്യുഃ ഭവതി ഏവം വേദ. ഫാവായേഷാ ദേവതാ ദൂർനാമ ദൂരം ഹ്യസ്യാ മൃത്യുഃ ദൂരം ഭവാസ്മാൻ മൃത്യുർഭവതി ഏവം വേദ. ഫാവായേഷാ ദേവതൈതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യ യത്രാസാം ദിശമന്തസ്തുദ്ഗമയാം ചകാരാം തദാസാം പാപ്മനോ വിന്യദധാത് തസ്മന്ന ജനമിയാത് നാന്തമിയാത് നേത് പാപ്മാനം മൃത്യും അന്വവായാനീതി. സാ വാ ഏഷാ ദേവത. ദേവത ഏതാസാം ദേവതൈതാസാം എന്ന് 2 വാക്കാണ്. ദേവത എന്നൊരു വാക്ക്, ഏതാസാം എന്ന് മറ്റൊരു വാക്ക്. ഫ വാ ഏഷ ദേവത, ഇതു തന്നെയാണ് ആ ദേവത. പാപസ്വരൂപമായ മൃത്യുവിനെ മാറ്റിയിട്ട് വാഗാദികളെ പ്രാണനോട് ചേർക്കുന്ന ആ ദേവത ഇതു തന്നെയാണ്. ഫ വാ ഏഷ ദേവത ഏതാസാം ദേവതാനാം, ഈ ദേവതകളുടെ
വാഗാദികളായ ഇന്ദ്രിയ ദേവതകളുടെ ഏതാസാം ദേവതാനാം പാപ്മാനം അവയുടെ പാപസ്വരൂപമായ മൃത്യും അപഹത്യ മൃത്യുവിനെ അപഹനിച്ചിട്ട് ഇല്ലായ്മ ചെയ്തിട്ട് മാറ്റിയിട്ട് ഏതാസാം ദേവതാനാം പാപ്മനാം വാഗാദികളായ ഇന്ദ്രിയങ്ങളും അവയെ പ്രവർത്തിപ്പിക്കുന്ന ദേവതകൾക്കും ഇന്ദ്രിയാഭിമാനികളായ അതാത് ദേവതകൾക്കും ഇതുവരെ പറഞ്ഞ അനേക ലക്ഷണങ്ങൾ കൊണ്ട് പുണ്യവും പാപവും ഉണ്ടാകും. നല്ലത് പറയാനും ചീത്ത പറയാനും പറ്റും എന്നുള്ളത് കൊണ്ട് രണ്ടും അവയ്ക്ക് ഉണ്ട്. അങ്ങനെ രണ്ടുമുണ്ടെങ്കിൽ അതിലുള്ള അവരുടെ പാപസ്വരൂപത്തെ പാപ്മാനം മൃത്യും പാപസ്വരൂപമായ മൃത്യുവിനെ അപഹത്യ അതിനെ മാറ്റിയിട്ട് അപഹനിച്ചിട്ട് എത്ര ആഫാം ദിശം അന്തഃ തദ്ഗമയം ചകാര എവിടെയാണോ എത്ര ആഫാം ഇവകൾക്ക് ദിശാം അന്തഃ ദിക്കുകളുടെ അറ്റം തത് ഗമയാം ചകാര അവിടേക്ക് എത്തിച്ചു. ദിക്കുകളിലെ അറ്റം എന്ന് വെച്ചാൽ യാതൊരു ദിക്കുകൾ വരെയാണോ പാപങ്ങൾ ഉള്ളത് അതിനപ്പുറത്ത് ദിശാം അന്തഃ ആഫാം ദിശാം അന്തഃ ഈ വാഗാദികളായിരിക്കുന്നതെന്ന പാപസ്വരൂപമായ മൃത്യുസ്വരൂപമായ ഈ ദേവതകൾ യാതൊരു ദിക്കുവരെ ഉണ്ടോ എത്ര ആഫാം ദിശാം അന്തഃ അവിടെ അവർക്ക് തീരും. അവരുടെ പാപം എത്തിച്ചെല്ലാൻ പറ്റുന്ന ദിക്കുവരെ ആ ദിക്കിന്റെ അപ്പുറത്തേക്ക് ഗമയാം ചകാര എത്തിച്ചു. ഗമയാം ചകാര എത്തിച്ചു. ഈ ദേവത മുഖ്യപ്രാണൻ എന്ന ദേവത വാഗാദികളായ ഇന്ദ്രിയങ്ങളെ ഈ പാപബോധത്തിൽ നിന്നും കടത്തിവിട്ട് പാപബോധത്തിന്റെ ദിക്കിന്റെ അപ്പുറത്ത് കൊണ്ടെത്തിച്ചു. അതാണ് ദിശാം അന്തഃ ദിക്കിന്റെ അറ്റത്ത് അങ്ങേറ്റത്ത് അപ്പുറത്ത് അവരെത്തിച്ചു. തത് ആഫാം പാപ്മനോ വിന്യദധാത് അവിടെ ഈ ദേവതകളിലെ പാപങ്ങളെ വിന്യദധാത് വിന്യസിച്ചു. അപ്പുറത്തെത്തിയപ്പോൾ പാപങ്ങളൊക്കെ ഇപ്പുറത്ത് വിന്യസിച്ചിട്ടാണ് ഇവരെ അപ്പുറത്ത് ചെല്ലെങ്കിൽ പാപം ഇല്ലാതാവണം എങ്കിലേ പറ്റുള്ളൂ. അപ്പൊ പാപങ്ങളൊക്കെ ഈ ദിക്കിന്റെ അറ്റത്ത് പ്രക്ഷേപിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വരെ എത്തിച്ചു. തത് ആഫാം പാപ്മനോ വിന്യദധാത് തസ്മാത് ന ജനം ഇയാത് തസ്മാത് അതുകൊണ്ട് ജനം നയ്യാത് അതുകൊണ്ട് അത് ജനത്തെ പ്രാപിക്കില്ല. അവിടെയുള്ള ജനങ്ങളുമായി സംസർഗം ഉണ്ടാവുകയില്ല. കാരണം ദിക്കുകളിലെ അവസാനം എവിടെയാണോ അവിടെ കൊണ്ടുപോയി അതിനെ സ്ഥാപിച്ചു. അതിപ്പം അവിടെയുള്ള ജനങ്ങളുമായിട്ട് അതിന് സംസർഗം ഉണ്ടാകാൻ പറ്റില്ല. തസ്മാ ന ജനം ഇയാത് പ്രാപിച്ചു. ന ഇയാത് പ്രാപിച്ചില്ല. ന അന്തമിയാത് നശിച്ചിട്ടുമില്ല, നശിക്കുകയില്ല. അവിടെയുള്ള ജനങ്ങളുമായി കൂടിച്ചേരത്തുമില്ല. അതിൻ്റെ അന്തത്തിലേക്ക് അത് എത്തിച്ചേരുകയില്ല. തസ്മാ ന ജനമിയാത് നാന്തമിയാത് ന ഇത് പാപ്മാനം മൃത്യും അന്വവായാനി ഇതി. പാപരൂപമായ പാപ്മാനം മൃത്യും പാപരൂപമായ മൃത്യുവിനെ ന ഇത് അന്വവായാനീതി ന അന്വയാനി പ്രാപിക്കില്ല. പാപരൂപമാകുന്ന മൃത്യുവിനെ ഇവര് പ്രാപിക്കില്ല. കാരണം ഇവർക്ക് അതിൻ്റെ അപ്പുറത്ത് കടന്നുകൊണ്ട് അവർ അതിൻ്റെ അപ്പുറത്താണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അജ്ഞാനം, അറിവില്ലായ്മയാണ് ഇന്ദ്രിയങ്ങളെ വിഷയവുമായി സമ്പർക്കം പുലർത്തുകയും ആ വിഷയസംഘം കൊണ്ട്
മൃത്യുരൂപമായ പാപം ഉണ്ടാവുകയും ചെയ്യും. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അനേകം സത്കർമ്മങ്ങളും ജ്ഞാനങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. കർമ്മജ്ഞാനങ്ങൾ അനുഷ്ഠിക്കാൻ ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന മണ്ഡലം കർമ്മജ്ഞാനങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയമെന്നും കർമ്മേന്ദ്രിയമെന്നും രണ്ടായിട്ട് ഇന്ദ്രിയങ്ങളെ വിഭജിച്ചത്. അങ്ങനെ ഈ കർമ്മജ്ഞാനങ്ങൾ കൂടി അവരെ അധിവസിക്കുന്ന ദേശത്തിന്റെ അവധിയിലേക്ക് എത്തിച്ചു. അതിൻ്റെ അപ്പുറത്തെത്തിച്ച് ആ ദിക്കുകളിലെ അന്തത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇനി ഇവരെ ബാധിക്കത്തില്ല. അവിടെ പോവുകയോ അവിടെയുള്ള ജനങ്ങളുമായി സംസർഗം ചെയ്യുകയോ ചെയ്താൽ നമ്മൾക്കും ഇതേപോലെ തന്നെ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പാപരൂപമായ പ്രവൃത്തിയിലേക്ക് വ്യാപരിച്ചാൽ നമ്മളുടെ ആത്മാവും ആ വഴി കൂടി സഞ്ചരിച്ചു പോകാൻ പറ്റും. അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ദേവതകളെ നമ്മുടെ ആത്മസ്വരൂപമായ പ്രാണൻ ഈ വഴിയിൽ നിന്നും അക്കരെ കടത്തി നമ്മളെ വിട്ടത്. ഇനിയും പേടിക്കണ്ട, പൊക്കോളൂ, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഇന്ദ്രിയങ്ങളുടെ ദുഷ്പ്രവർത്തികളൊന്നും നിങ്ങളെ ബാധിക്കില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഞാൻ കടത്തി വിട്ടു എന്ന് പ്രാണൻ നമ്മെ ബോധ്യപ്പെടുത്തും. ഈ പ്രാണനാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രാണനെ ഉപാസിക്കണം. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, ഈ പ്രാണൻ ഇന്ദ്രിയങ്ങളെ ഈ അങ്ങേയറ്റത്ത് കൊണ്ട് എത്തിക്കാൻ പറ്റാതാവും. ഉപാസനയുടെ ബലം കൊണ്ടാണ് നമ്മുടെ പ്രാണൻ ഇന്ദ്രിയങ്ങളെ മൃത്യുവിനോട് ചേരുന്ന ദിക്കിൻ്റെ അപ്പുറത്ത് കൊണ്ടെത്തിക്കുന്നത്. അതില്ലാത്തവർക്കൊക്കെ മൃത്യുവിനോട് ചേരുന്ന ദിക്കിൽ വരെ എത്തുകയുള്ളൂ. അവിടെയുള്ള ജനങ്ങളുമായി സമ്പർക്കം പുലർത്തി അതങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാതാവും. പാപത്തെ പ്രാപിക്കും, മൃത്യുവിനെ അനുഭവിക്കും. അതേ സമയത്ത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിട്ടാൽ അത് പ്രാണന്റെ ബലം കൊണ്ടാണ് സാധിക്കുന്നത്. പ്രാണന്റെ ബലം പ്രാണായാമം കൊണ്ട് കിട്ടുന്ന ആത്മബലം കൊണ്ട് പ്രാണനെ ഉപാസിച്ച് ഉപാസനയുടെ ശക്തി കൊണ്ട് പ്രാണൻ നമ്മൾക്ക് സ്വാധീനമായാൽ ആ പ്രാണൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മാറ്റി അപ്പുറത്ത് കടത്തി ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവിടും എന്നുള്ള ഉറപ്പാണ്. ഇതാണ് പ്രാണോപാസനയുടെ മഹാത്മ്യം. കാരണം പ്രാണനില്ലാതെ അകത്തെ ഒന്നും പ്രവർത്തിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ശരീരത്തിൻ്റെ അകത്തുള്ള എന്തു പ്രവർത്തിക്കുന്നതും പ്രാണൻ വേണം. പ്രാണനില്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. ദുഷ്ടത കലരുന്നത് ഇന്ദ്രിയത്തിലാണ്. ജ്ഞാനേന്ദ്രിയത്തിലും കർമ്മേന്ദ്രിയത്തിലും ദുഷ്ടതകൾ ഉണ്ടാവാം. കാരണം മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളിലൊക്കെയാണ് ദുർവിചാരങ്ങൾ, ദുഷ്ടമായ വാക്ക് പറയുക, ദുഷ്ടമായ വാക്ക് വെക്കുക, ദുഷ്ടമായ കാഴ്ച കാണുക, ദുഷ്ടമായ മണം അനുഭവിക്കുക. ഇതൊക്കെ ഇന്ദ്രിയങ്ങൾക്കുണ്ടാവാം. ഇടയ്ക്ക് നല്ലതും ഉണ്ടാവും. ഇപ്പം നമ്മൾ രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് സ്ക്രീൻ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ ദുഷ്ടാനുഭവങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ മാറ്റിവിടണം. അതിന് ആർക്കെ പറ്റൂ? പ്രാണനെ പറ്റൂ. പ്രാണന്റെ അധീനതയിലാണ് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ആരും ഉപാസിക്കാറില്ല. അപ്പോൾ പ്രാണനെ ഉപാസിച്ചാലോ? പ്രാണനെ ഉപാസിച്ചാൽ പ്രാണൻ ബലിഷ്ഠമാകും. പ്രാണൻ ബലിഷ്ഠമായാൽ തൻ്റെ കൂടെ നിൽക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ പ്രാണൻ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോയി അതിൻ്റെ പാപസ്വരൂപത്തിൽ നിന്ന് മാറ്റി, മൃത്യുഭാവത്തിൽ നിന്ന് മാറ്റി അമരത്വഭാവനയിലേക്ക് ഈ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ആത്മസ്വരൂപത്തെയും പ്രാണൻ കൊണ്ടെത്തി. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രാണോപാസന അനിവാര്യമാണ്. ഇത് സൂചിപ്പിക്കാനാണ് ഇത്തിരി പരത്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഉപനിഷത്ത്. ഞാൻ ചുരുക്കി ഒരു വരി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സാവായേഷാ ദേവതാം ഏതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യാം യത്ര ആസാം ദിശമന്തസ്തദ്ഗമയാഞ്ചകാരാം തദാസാം പാപ്മനോ വിന്യദധാത് തസ്മന്ന ജനമിയാത് നാന്തമിയാത് നേത് പാപ്മാനം മൃത്യുമന്വവായാനീതി സ്വാവായേഷാ ദേവതൈതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യാം യത്ര ആസാം ദിശമന്തസ്തദ്ഗമയാഞ്ചകാരാം തദാസാം പാപ്മനോ വിന്യദധാത് തസ്മന്ന ജനമിയാത് നാന്തമിയാത് നേത് പാപ്മാനം മൃത്യും അന്വവായാനീതി
ഫാ വാ ഏഷാ ദേവത ഏതാസാം ദേവതൈതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യ യത്ര ആസാം ദിശാമന്തഃ തദ്ഗമയഞ്ചകാരാം തദാസാം പാപ്മനോ വിന്യദധാത് തസ്മന്ന ജനമിയാത് നാന്തമിയാത് നേത് പാപ്മാനം മൃത്യുമന്വവായാനീതി. ഫാ വാ ഏഷാ ദേവത ഇതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യ അധൈന മൃത്യുമത്യവാഹയത്. ഫാ വാ ഈ പ്രാണദേവത, ദേവത ഫാ വാ ഏഷാ ദേവത ഏതാസാം ദേവതാനാം പാപ്മനാം മൃത്യുമപഹത്യ. അതാണ് മുമ്പിൽ പറഞ്ഞത്. ഈ ദേവതകളുടെ, ഇന്ദ്രിയ ദേവതകളുടെ പാപസ്വരൂപത്വമാകുന്ന മൃത്യുവിനെ അപഹത്യ, അതിനെ മാറ്റിക്കളഞ്ഞിട്ട്, അഥ അനന്തരം, ഏന ഇവരെ മൃത്യും അത്യവാഹയത് മൃത്യുവിൽ നിന്നും അപ്പുറത്ത് കടത്തിവിടുന്നു. ആരാണ്? മുഖ്യപ്രാണൻ. മുഖ്യപ്രാണൻ ഓരോരുത്തരെയും മൃത്യുവിൽ നിന്നും അപ്പുറത്തേക്ക് കടത്തിവിടാൻ പര്യാപ്തമാണ്. ഫാ വാ ഏഷാ ദേവത ഏതാസാം ദേവതാനാം പാപ്മാനം മൃത്യും അപഹത്യ അധൈന മൃത്യുമത്യവഹത്. ഫാ വാ ഏഷാ ദേവതൈതാസാം ദേവതാനാം പാപ്മാനം മൃത്യുമപഹത്യ അധൈന മൃത്യും അത്യവാഹത്. ഫവൈ വാചമേവ പ്രഥമാം അത്യവഹത്. ഫാ യദാ മൃത്യും അത്യമുച്യത ഫോഗ്നിരഭവൽ ഫോയമഗ്നിപരേണ മൃത്യും അതിക്രാന്തോ ദീപ്യതേ. ഫവൈ അതുതന്നെ, ആ മുഖ്യപ്രാണൻ തന്നെ, വാചം ഏവ വാക്കിനെ തന്നെ, പ്രഥമാം അത്യവഹത് പ്രധാനമായ വാക്കിനെ തന്നെ, പ്രഥമാം വാചം ഏവ അത്യവഹത് അതിക്രമിപ്പിച്ചു എന്നത്. ആ പ്രാണൻ ആദ്യം വാക്കിനെയാണ് അക്കരെ കടത്തിവിട്ടത്. മുമ്പേ അക്കരെ കടത്തിവിട്ട കാര്യമാണ് പറഞ്ഞത്. ആദ്യം ആരെയാണ്? ഇന്ദ്രിയങ്ങൾ പ്രധാനമായ വാഗിന്ദ്രിയത്തെയാണ് ആദ്യം ഇത് അപ്പുറത്ത് കടത്തിവിട്ടത്. മൃത്യുവിനെ, പാപരൂപമായി മൃത്യുവിനെ അതിക്രമിച്ച് കടത്തിവിട്ടത്. ഫവൈ വാചമേവ പ്രഥമാം അത്യവഹത്. ഫാ ആ വാക്ക് യഥാ എപ്പോഴാണോ മൃത്യും അത്യമുച്യത മൃത്യുവിനെ നിന്നും മോചിക്കപ്പെട്ടത്. മൃത്യും അമുച്യത മൃത്യുവിനെ അതിക്രമിച്ച് മോചിച്ചത് എപ്പോഴാണോ? ഫോ അഗ്നിരഭം അപ്പോൾ ആ വാഗിന്ദ്രിയങ്ങളിലെ ദേവത അഗ്നിയെടുപ്പിച്ചു. അതുകൊണ്ട് വാക്ക് അഗ്നിയാണ്. അഗ്നിയുടെ പ്രേരണ കൊണ്ടാണ് വാക്ക് ഉണ്ടാകുന്നത്, വാക്ക് ഉച്ചരിക്കാൻ പറ്റുന്നത്. അങ്ങനെ മൃത്യുവിനപ്പുറത്ത് കടന്നപ്പോൾ ഈ വാക്കിന് അഗ്നി എന്ന ദേവതാത്വം ഉണ്ടായി. അപ്പോൾ ഈ വാക്കിന് അധിദൈവതം എന്ന പേരായി. അധിദൈവതം ആ ദേവതാഭാവത്തെ അതിക്രമിച്ചിട്ട് അഗ്നിസ്വരൂപമായി തീർന്നു ഈ വാക്ക്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് വാഗാദികളായ ഇന്ദ്രിയങ്ങൾക്കെല്ലാം 12 മുതൽ 16 വരെയുള്ള മന്ത്രങ്ങൾ കൂടി ഈ മന്ത്രങ്ങൾക്കെല്ലാം അധിഭൂതം, അധിദൈവം, അധ്യാത്മം എന്നുള്ള 3 ഭാവങ്ങളെക്കുറിച്ച് ഇത് ഗീത ഒരു അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞ കാര്യമാണിത്. അധിദൈവം, അധിഭൂതം, അധ്യാത്മം. അതിനെയാണ് ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്ന് 3ആയിട്ട് തിരിച്ച് നമ്മൾ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3ലും അധിഷ്ഠാനമായിരിക്കുന്ന ദേവതാസങ്കല്പത്തെ അധിദൈവമെന്നും
അധിഭൂതമെന്നും അധ്യാത്മമെന്നും മൂന്നായിട്ട് വിളിച്ചു. ഈ മൂന്ന് തരത്തിലുള്ള ഈ ഭാവത്തെ ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രകടിപ്പിക്കുക. അപ്പൊ ഇന്ദ്രിയങ്ങൾ അധിഭൂതമാണ്, അധ്യാത്മമാണ്, അധിദൈവമാണ്. അധിഭൂതം പഞ്ചഭൂതങ്ങളുമായി ചേർന്ന് ശരീരത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നപ്പോൾ അവിടെ നിന്നും അത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാവമായി കണക്ട് ചെയ്തപ്പോൾ അധ്യാത്മമായി, അവിടെ നിന്നും അതും വിട്ടിട്ട് അപ്പുറത്ത് കിടന്നപ്പോൾ അധിദൈവമായി. അപ്പോൾ ദേവതത്വത്തെയും കൂടി കളഞ്ഞിട്ട് അത് അതിൻ്റെ അപ്പുറത്തുള്ള ആത്മസ്വരൂപമായി ഈ വാഗ് ഇന്ദ്രിയം നിലനിൽക്കുമ്പോൾ അതിനെ അഗ്നി എന്ന് പേര് കൊടുത്താണ്. സവൈ വാചമേവ പ്രഥമാമത് അത്യവഹത് ഫായതാ മൃത്യും അത്യമുച്യത സോ അഗ്നിരഭവ. അപ്പോൾ അത് അഗ്നിയായി ഭവിച്ചു. സോയം അഗ്നി, ഈ അഗ്നി പരേണ മൃത്യും അതിക്രാന്തോ ദീപ്യത. ഈ അഗ്നി പരേണ മൃത്യുവിൽ നിന്നും, പരം അപ്പുറത്തുള്ളത് ഉള്ള മൃത്യുവിൽ നിന്നും പരേണ മൃത്യും അതിക്രാന്തോ ദീപ്യത, പരമായ മൃത്യുവിനെ അതിക്രമിച്ചിട്ട് അധിദൈവ സ്വരൂപത്തിൽ ശോഭിക്കുന്നു. ദീപ്യതയെ ശോഭിക്കുന്നു. എങ്ങനെ ശോഭിക്കുന്നു? അധിദൈവ രൂപേണ ദീപ്യതേ. അധിദൈവ സ്വരൂപത്തിലൂടെ അത് അങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് വാക്ക് അഗ്നിയാണ് എന്ന് പറയാൻ കാരണം. അഗ്നിയുടെ പ്രചോദനം കൊണ്ടാണ് വാക്ക് ഉണ്ടാകുന്നത്. വാക്കിപ്പോൾ ദേവതയായി. മുമ്പ് ഉണ്ടായിരുന്ന ഇന്ദ്രിയങ്ങളുടെ ദേവതയല്ല, അതിനെയും അതിക്രമിച്ച് അപ്പുറത്ത് പോയിട്ട് അഗ്നിസ്വരൂപമായ ഒരു ദേവനായി വാക്ക് ശോഭിക്കുന്നു. ഇങ്ങനെയാണ് ഓരോരുത്തരെ അക്കരെ കടത്തി വിട്ടത്. അക്കരെ കടത്തി വിട്ടപ്പോഴെല്ലാം അവർക്ക് അതിദൈവ ഭാവം ഉണ്ടായി. ഓരോരുത്തർക്കും ഉണ്ടായി. ഓരോരുത്തരുടെയും ഒന്ന് വിസ്തരിച്ച് പറയാണ്. 12, 13, 14, 15, 16 ഇങ്ങനെയുള്ള 5 മന്ത്രത്തെ കൂടി ഓരോരുത്തരും എങ്ങനെ അപ്പുറത്ത് കടന്നപ്പോൾ അതിദൈവ രൂപത്തിൽ എന്തു പേരിലാണ് അറിയപ്പെട്ടതെന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സ്വൈവാചമേവ പ്രഥമാമത്യവഹത് ഫായതാമർത്യുമത്യമുച്യത ഫോഗ്നിരഭവത് സ്വയമഗ്നി പരേണ മർത്യുമതിക്രാന്തോ ദീപ്യതേ. സ്വൈവാചമേവ പ്രഥമാമത്യവഹത് ഫായതാമർത്യുമത്യമുച്യത ഫോഗ്നിരഭവത് സ്വയമഗ്നി പരേണ മർത്യുമതിക്രാന്തോ ദീപ്യതേ. അഥ പ്രാണമത്യവഹത് ഫയതാമർത്യുമത്യമുച്യതാം ഫ വായുരഭവത് സ്വയം വായു പരേണ മർത്യും അതിക്രാന്തപവതേ. അതിനുശേഷം പ്രാണം. ഇവിടെ പ്രാണൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രാണന് പ്രധാന കാരണമായ ഘ്രാണത്തെയാണ്. ഘ്രാണേന്ദ്രിയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രാണൻ വാക്കുപയോഗിക്കുന്നുള്ളൂ. കാരണം ഘ്രാണേന്ദ്രിയത്തിൽ കൂടിയാണ് ഈ വായു അകത്തേക്കും പുറത്തേക്കും പോവുകയും വരികയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പ്രാണശബ്ദം കൊണ്ട് ഇവിടെ ഘ്രാണേന്ദ്രിയത്തെയാണ് ഉദ്ദേശിക്കേണ്ടത്. അഥ പ്രാണം അത്യവഹത്, അവസാനം ഘ്രാണേന്ദ്രിയത്തെ വഹിച്ചു, അപ്പുറത്തെത്തിച്ചു. ഫയതാമർത്യുമത്യമുച്യത, അതെപ്പോഴാണോ മൃത്യുവിനെ അതിക്രമിച്ചത്? ഫവായുരഭവത്, അപ്പോൾ അത് വായുവായി, വായുദേവനായി. ഫോയം വായു പരേണ മൃത്യുമതിക്രാന്തപവതേ. ആ വായു ആകട്ടെ അപ്പുറത്തുള്ള മൃത്യുവിനെ അതിക്രമിച്ചിട്ട് അങ്ങനെ പവതേ വീശിക്കൊണ്ടേയിരിക്കുന്നു. പവനം ചെയ്യുന്നു, വീശുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഘ്രാണരൂപത്തിൽ കൂടി അകത്തും പുറത്തും കടന്നു പോകുന്ന ഉള്ളിലുള്ള ഈ പാപാത്മകമായ ഈ ഘ്രാണത്തെ നമ്മുടെ മുഖ്യപ്രാണദേവത അതിൽ നിന്നും വിടർത്തി പാപാവസ്ഥയിൽ നിന്നും മോചിപ്പിച്ച് അതിനെ വായുദേവനാക്കി പരിണമിച്ച് ഇപ്പോഴും പ്രപഞ്ചത്തിൽ നിരന്തരം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന വായുവായി. ഒന്ന് അഗ്നിയായി, മറ്റൊന്ന് വായുവായി. അഥ പ്രാണമത്യവഹത് ഫയതാമർത്യുമത്യമുച്യതാം ഫവായുരഭവത് സ്വയം വായു പരേണ മർത്യുമതിക്രാന്തപവതേ. അഥ പ്രാണമത്യവഹത്
ഫയദാമർത്തിമത്യമുച്യത ഫവായുരഭവത് ഫോയം വായു പരേണ മൃത്യുമതിക്രാന്തപ്പവതേ അഥാ ചക്ഷുരത്യവഹത്. 5ന്റെ പേര് പറഞ്ഞു പോവുകയാണ്. അഥാ ചക്ഷുരത്യവഹത്. അനന്തരം ചക്ഷുരിന്ദ്രിയത്തെ വഹിച്ചു. അഥാ ചക്ഷുരത്യവഹത് തദ് യഥാ മൃത്യുമത്യമുച്ചത ഫാദിത്യോ. അതെപ്പോഴാണോ മൃത്യുവിനെ അതിക്രമിച്ചത് അപ്പോൾ ഈ ചക്ഷുസ് ആദിത്യദേവനായി. ഫോ അഫാവാദിത്യ പ്രേണ മൃത്യും അതിക്രമം. ഇതെല്ലാം മുമ്പ് വന്നത്തിൽ പറഞ്ഞ അതേ വരികളും വാക്കും ആശയവുമാണ്. ഈ രണ്ടെണ്ണം മാറുമെന്ന് മാത്രം. ഇന്ദ്രിയവും മാറും, അതിൻ്റെ ദേവനും മാറും എന്ന് മാത്രം. അനന്തരം ചക്ഷുസിനെയാണ് വഹിച്ചു കൊണ്ടുപോയത്, അപ്പുറത്തെ കടത്തി വിട്ടത്. അത് മൃത്യുവിനെ അതിക്രമിച്ചു കടന്നപ്പോൾ ആദിത്യൻ ആയിത്തീർന്നു. ആ ആദിത്യൻ അപ്പുറത്തുള്ള മൃത്യുവിനെ അതിക്രമിച്ചിട്ട് ഇപ്പോഴും ആകാശത്തിൽ തപിച്ചുകൊണ്ടേ നിൽക്കുന്നു. ചൂട് നൽകിക്കൊണ്ടേ ആകാശത്തിൽ നിൽക്കുന്നു. അഥ ചക്ഷുരത്യവഹത് തദ് യഥാ മൃത്യുമത്യമുച്യത ഫാദിത്യോ ഭവത് ഫോ ഫാവാദിത്യപരേണ മൃത്യുമതിക്രാന്തസ്തപതി. അഥാ ചക്ഷുരത്യവഹത് തദ് യഥാ മൃത്യുമത്യമുച്യത ഫാദിത്യോ ഭവത് ഫോ ഫാവാദിത്യപരേണ മൃത്യുമതിക്രാന്തസ്തപതി. അഥാ ശ്രോത്രമത്യവഹത് തദ് യഥാ മൃത്യുമത്യമുച്യത താദിശോ ഭവൻ താ ഇമാദിശ പരേണ മൃത്യുമതിക്രാന്താഹം. അഥ ശ്രോത്രം അത്യവഹത്. അതിനുശേഷം ശ്രോത്രത്തെയാണ് കൊണ്ടുപോയത്. തദ്യത മൃത്യുമത്യമുച്ചത. ആ ശ്രോത്രം എപ്പോഴാണോ മൃത്യുവിനെ അതിക്രമിച്ചത് താഹ അവകൾ ദിശോ അഭവൻ ദിക്കുകളായി തീർന്നു. ദിക്ദേവതകളായി ദിക്കുകളായി തീർന്നു. താ ഇമാദിശ പരേണ മൃത്യുമതിക്രാന്ത. ഈ ദിക്ക് മൃത്യുസ്വരൂപമായ ആ പരനെ അതിക്രമിച്ചിട്ട് ഇപ്പോഴും നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ദിക്കാണ്, ശ്രോത്രമാണ് ദിക്കായി മാരുതി പരിണമിച്ചത്. ശ്രോത്രത്തിന്റെ പാപാവസ്ഥയെ ഇല്ലാതാക്കിയപ്പോൾ അത് ദിക്കായിട്ട് മാറി. അഥാ ശ്രോത്രമത്യവഹത് തദ്യഥാ മൃത്യും അത്യമുച്യത താദിശോ ഭവൻ താ ഇമാദിശ പരേണ മൃത്യുമതിക്രാന്താ. അഥ മനോത്യവഹത് തദ്യഥാ മൃത്യുമത്യമുച്യത ഫചന്ദ്രമാ ഭവത് ഫോ ചന്ദ്രപരേണ മൃത്യുമതിക്രാന്തോ ഭാതി. ഏവം ഭവ ഏനമേഷാ ദേവതാ മൃത്യുമതിവഹതി ഏവം വേദാം. അഥ മനോത്യവഹത്. പിന്നീട് മനസ്സിനെ കൊണ്ടുപോയി. തദ്യഥാ മൃത്യുമത്യമുച്യത. അതെപ്പോഴാണ് മൃത്യുവിനെ നിന്നും മോചിക്കപ്പെട്ടത്? ഫ അവൻ ചന്ദ്രമ അഭവൻ. അത് ചന്ദ്രനായിട്ട് തോന്നും. മനഫാണ് ചന്ദ്രൻ എന്ന് തന്ത്രശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ ഈ മനസ്സും ചന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും ഉദ്ഘോഷിക്കാറുണ്ട്. അഥ മനോ അത്യവഹത് തദ്യഥാ മൃത്യും അത്യമുച്യത ഫ ചന്ദ്രമാഭവം. അത് ചന്ദ്രനായി ഭവിച്ചു. ഫോ ചന്ദ്ര. ആ ചന്ദ്രൻ പരേണ മൃത്യും അതിക്രാന്തോ ഭാതി. അപ്പുറത്തുള്ള മൃത്യുവിനെ അതിക്രമിച്ച് അങ്ങനെ ഭാതി ശോഭിക്കുന്നു. മൃത്യുവിനപ്പുറം ശോഭിക്കുന്നു. ഏവം ഇങ്ങനെയാണോ ഹവ ഇങ്ങനെ തന്നെ ആവട്ടെ ഏനം ഇതിനെ ഈ പ്രാണനെ ഏഷാ ദേവത മൃത്യുമതിവഹതി ഏവം വേദ. ഇപ്രകാരം ആരാണോ ഇതിനെ അറിയുന്നത് അവനെ പ്രാണദേവത മൃത്യുവിൻ്റെ അപ്പുറത്ത് കടത്തിവിടും എന്നുള്ള ഉറപ്പാണ്. ഇത്രയും ആയതുപോലെ മൃത്യുവിനെ ഉപാസിച്ചാൽ നമ്മളെയും ഈ പ്രാണൻ മൃത്യുവിൽ നിന്നും അപ്പുറത്ത് കടത്തിയിട്ട് ഇനിയും ജനിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്.
അഥ മനോത്യവഹത് തദ്യതാ മൃത്യുമത്യമുച്യത സ്വചന്ദ്രമാഭവത് ഫോഫോ ചന്ദ്രപരേണ മൃത്യുമതിക്രാന്തോ ഭാതി ഏവം ഹവായേന മേഷാ ദേവതാ മൃത്യുമതിവഹതി ഏവം വേദാം അഥ മനോത്യവഹത് തദ്യതാ മൃത്യുമത്യമുച്യത സ്വചന്ദ്രമാഭവത് ഫോഫോ ചന്ദ്രപരേണ മൃത്യുമതിക്രാന്തോ ഭാതി ഏവം ഹവാ ഏനമേഷാ ദേവതാ മൃത്യുമതിവഹതി യ ഏവം വേദാം അഥ ആത്മനെ അന്നാദ്യം അഗായത് യത് ഹി കിഞ്ച അന്നം അദ്യത്തെ അനേനൈവ തദദ്യത്തെ ഇഹ പ്രതിഷ്ഠതി. അഥ അനന്തരം ആത്മനെ തനിക്ക് വേണ്ടി തനിക്കായിക്കൊണ്ട് അന്നാദ്യം അഗായത് അന്നാദികളെ ആഗാനം ചെയ്തു. അനന്തരം ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങൾ ഈ പ്രാണന് വേണ്ടി പാടാൻ തുടങ്ങി. ആത്മനെ തനിക്ക് വേണ്ടി ഇവരെ അപ്പുറത്ത് കിടത്തി വിട്ടുകഴിഞ്ഞപ്പോൾ അവരൊക്കെ ഈ പ്രാണന് വേണ്ടി പാടാൻ തുടങ്ങി. എന്നുവെച്ചാൽ പ്രാണന് വേണ്ടി അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം ഈ പ്രാണൻ എന്താണ്? ഭക്ഷിക്കുവാനുള്ള അന്നത്തെ തനിക്ക് ആകാനുണ്ട്. അങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി അന്നത്തെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശക്തി പ്രാണന് ഉണ്ടാക്കിയെടുത്തത്. യത് ഹി കിഞ്ച അന്നമദ്യതേ അനീനൈവ തദ്യതേ. കാരണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അന്നം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഭാഗഭേദമാണ്. അന്നം ഇന്ന് കിഞ്ച ഏതെല്ലാം അന്നം ഭക്ഷിക്കപ്പെടുന്നുവോ, യത് ഹി എന്തെന്നാൽ കിഞ്ച അന്നം അദ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അന്നത്തെ അദ്യത്തെ ഭക്ഷിക്കുന്നു. അത്തി അനേനൈവ തത് അദ്യത്തെ അതുകൊണ്ട് തന്നെ ആ പ്രാണനെ കൊണ്ട് തന്നെയാണ് ഭക്ഷിക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ എന്തെങ്കിലും അന്നം ഭക്ഷിക്കുന്നെങ്കിൽ അത് പ്രാണനെ കൊണ്ട് മാത്രമാണ്. പ്രാണനില്ലാതെ അന്നത്തെ നമുക്ക് ഭക്ഷിക്കാനാവില്ല. അത്രയ്ക്ക് പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ. ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിലും അത് പ്രാണനോട് ചേർന്നേ നമുക്ക് പറ്റുള്ളൂ, അല്ല പറ്റില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ സമസ്ത പ്രാണികളും ഭക്ഷിക്കപ്പെടുന്ന അന്നങ്ങളെല്ലാം പ്രാണന്റെ സഹായത്തോടെയാണ് ഭക്ഷിക്കാൻ പറ്റുന്നത്. നമ്മുടെ ശരീര ആകാര രൂപത്തിലാണ് ഈ അന്നം പാകപ്പെട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. എല്ലാ അന്നങ്ങളും അവരവരുടെ ശരീര വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പാകപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് ആക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്നർത്ഥം. ഒരു 10-15 ദിവസം ഭക്ഷണം കഴിക്കാതെ നോക്കൂ, ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാൻ പറ്റണ്ടാവും. കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, മൂക്കിന് മണമറിയാൻ പറ്റില്ല, ഇതെല്ലാം പോകും. അപ്പൊ ഈ അന്നം കൊണ്ടാണ് ഇത് ഉപജീവിക്കുന്നത്. അന്നം പ്രാണനോട് ചേർന്ന് മാത്രമേ നമുക്ക് ആവുകയുള്ളൂ. അതുകൊണ്ട് അന്നവികാരമായ ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വാഗാദികളായ ഇന്ദ്രിയങ്ങളോടൊപ്പം വേണം നിലനിൽക്കാൻ. അതുകൊണ്ടാണ് ഇതിന് പ്രാണൻ എന്ന് പേര് വന്നത്. പ്രകർഷേണ അനതേ ഇത് പ്രാണ. നന്നായി ചലിക്കുന്നതാണ് പ്രാണൻ, ചലിപ്പിക്കുന്നതാണ് പ്രാണൻ. ഈ പ്രാണന്റെ വിശുദ്ധിയെ അറിഞ്ഞിട്ട് അത് ഉപാസിക്കണം. ഈ പ്രാണന്റെ വിശുദ്ധി എന്താണെന്ന് പറയാൻ പുറപ്പെട്ടതാണ് ഇവിടെ. അഥ ആത്മനെ അന്നാദ്യം അഗായാത് യത് ഹി കിഞ്ച അന്നമദ്യത്തെ അനേനൈവ തദ്യത്തെ ഇഹ പ്രതിഷ്ഠതി. ഇവിടെ നിലനിൽക്കുന്നത് അന്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പം പ്രാണൻ, ഇന്ദ്രിയം, അന്നം
3 ഘടകങ്ങൾ ഒന്നിച്ച് സംയോജിപ്പിച്ചാണ് നമ്മൾ ജീവൻ നിലനിർത്തിക്കൊണ്ടേപോകുന്നത്. ഇത് മാറിപ്പോയാൽ ജീവന്റെ വ്യവസ്ഥ തകരാറിലാവും. പ്രാണൻ വേണം, അന്നം വേണം, ഇന്ദ്രിയങ്ങളും വേണം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും അന്നവും നിലനിൽക്കാൻ പ്രാണോപാസന അനിവാര്യമാണ്. അതുകൊണ്ട് പ്രാണനെ ഉപാസിക്കുക തന്നെ വേണം എന്ന പ്രാണോപാസനയുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒരു ഉപാഖ്യാന രൂപേണ ഈ പ്രാണമഹാത്മ്യത്തെ പറഞ്ഞിട്ടുണ്ട്. തേ ദേവാബ്രുവൻ ഏതാവദ്വായിദം സർവം യദന്നം തദാത്മന ആകാഫീ അനൂനോ അസ്മിന്നന്ന ആഭജസ്വേതി തേ വൈ മാഭിസംവിശതേതി തഥേതി തം സമന്തം പരിണ്യവിശന്ത തസ്മാൻ യദ അനേന അന്നമത്തി തേന ഇതാസ്തൃപ്യന്തി ഏവം ഹവായേനം സ്വ അഭിസംവിശന്തി ഭർത്താസ്വാനം ശ്രേഷ്ഠപുര ഏതാ ഭവതി അന്നാദോ അധിപതിഃ യ ഏവം വേദ യ ഊഹൈവം വിദം സ്വേഷു പ്രതി ബുഭൂഷതി നഹൈവാലം ഭാര്യേഭ്യോ ഭവതി അഥ യഃ ഏവൈതം അനുഭവതി യോ വൈതമനുഭാര്യൻ ബുഭൂഷതി സഹൈവാലം ഭാര്യേഭ്യോ ഭവതി. തേ ദേവാഹ അബ്രുവൻ. ആ ദേവന്മാർ പറഞ്ഞു, അബ്രുവൻ പറഞ്ഞു. ആ വാഗാദികളായിരിക്കുന്ന ദേവന്മാർ, ദേവതകൾ എല്ലാവരും കൂടി പറഞ്ഞു, ഏതാവദ്വാ ഇദം സർവം യത് അന്നം. ഏതാവദ്വാ, ഇവിടെ ഈ കാണുന്നത് എല്ലാം തന്നെ എന്തൊക്കെയുണ്ടോ, അന്നമായിട്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എന്തൊക്കെയുണ്ടോ ഇതെല്ലാം ഇത്ര മാത്രമേ ഉള്ളൂവെന്നും, ഏതാവദ്വാ ഇത്ര മാത്രമേ ഉള്ളൂവെന്നും, സർവമന്നം തത് ആത്മന ആകാഫീഹി, അത് ആത്മന തനിക്കായിക്കൊണ്ട്, അത് പ്രാണനായിക്കൊണ്ട്, ആകാഫീഹി ആഗാനം ചെയ്തു, പാടി സ്തുതിച്ചു, എത്തിച്ചു എന്നത്. പ്രാണനായിക്കൊണ്ടാണ് ഈ അന്നത്തെ ഇന്ദ്രിയങ്ങൾ എന്ന ഈ വാഗാദികളായ ദേവതകൾ എത്തിച്ചത്. അവര് അത് ആഗാനം ചെയ്ത് കൈവശപ്പെടുത്തി ആർക്കെത്തിച്ചു കൊടുത്തു? ഈ പ്രാണന് എത്തിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അനുനോ അസ്മിന് അന്ന ആഭജസ്വേതി. അനു ന, ഞങ്ങളെയും കൂടി ചേർത്തുകൊണ്ട്, അനു എന്ന് വെച്ചാൽ കൂടെ ചേർക്കുക, നോ ഞങ്ങളെ, അസ്മിൻ ഇതിൽ, അന്നെ ഈ അന്നത്തിൽ, ആഭജസ്വേതി ഞങ്ങളെയും കൂടി ഇതിൽ ഭാഗഭാക്കുകളാക്കൂ എന്ന്. ആഭജസ്വ ഭാഗഭാക്കുകളാക്കുക. വാഗാദികളായ ഇന്ദ്രിയങ്ങൾ പ്രാണനോട് പറഞ്ഞു, ഞങ്ങളെയും കൂടി ഇതിൽ ഭാഗഭാക്കാകണേ ഈ അന്നത്തിൽ. ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം അന്നങ്ങളുണ്ടോ ആ അന്നങ്ങളെല്ലാം എത്തിച്ചു തന്ന് പ്രാണനെ നിലനിർത്തുന്നത് ഞങ്ങളാണ്. ഞങ്ങളെയും കൂടി ഈ പ്രാണന്റെ നിലനിൽപ്പിൽ ഒന്ന് ഭാഗഭാക്കുകളാക്കി മാറ്റണം എന്ന് അപേക്ഷിച്ചു. തദാത്മന ആകാഫീഹി അനുനോ അസ്മിന്നന്ന ആഭജസ്വേതി തേ വൈ അവർ ആവട്ടെ മാ അഭിസംവിശതേതി. പ്രാണൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുറ്റും ഇരുന്നുള്ളൂ. മാ അഭിസംവിശത ഇതി, മാ എന്ന് വെച്ചാൽ എന്നെ, അഭിസംവിശത ചുറ്റിയിരിക്കുക. നിങ്ങളെല്ലാം എന്നെ ചുറ്റി എൻ്റെ ചുറ്റിനുമായിട്ടിരുന്നോളൂ. മാ അഭിസംവിശത, മാ എന്നുള്ള എന്നെ എന്നുള്ള അർത്ഥം ദ്വിതീയ. തഥായിതി അങ്ങനെ ആട്ടെ എന്ന് ഇന്ദ്രിയങ്ങളൊക്കെ പറഞ്ഞു. തഥേതി തം സമന്തം പരിണ്യവിശന്ത പരിണ്യവിശന്ത തം അവനെ സമന്തം ചുറ്റുമായി. എന്താ പരിണ്യവിശന്ത കൂടി ചേരുമ്പോൾ പരിണ്യവിശന്ത എന്ന രേഖം കാരണമായിട്ട് നകാരമാകുന്നതാണ്. പരിണ്യവിശന്ത, ഞവിശന്ത ഇരുന്നു,
നീ അവിശന്ത ആണ് ഞവിശന്ത ഇരുന്നു എന്നർത്ഥം. തം അവനെ അവന്റെ ചുറ്റുമായിട്ട് ഈ വാഗാദികളായ ഇന്ദ്രിയങ്ങളും ദേവതകളും പരിഞ്ഞവിശന്ത പരിണ്യവിശന്ത ഒന്നിച്ച് വായിക്കുന്നു. രണ്ടു വാക്കാണ്. പരി എന്ന് ഉപസർഗം, ഞവിശന്ത എന്ന് നീ ഉപസർഗപൂർവമായി വിശുദ്ധാതുവിന്റെ പരസ്മൈപദലങ്ങ അല്ല ആത്മനിപദലങ്ങ ഞവിശന്ത. തസ്മാത് യദനേന അന്നമത്തി, അതുകൊണ്ട് യത് യാതെന്നാണോ അനേന ഇവനാൽ ഈ പ്രാണനാൽ അന്നം അത്തി, പ്രാണനാൽ യാതൊരു എണ്ണത്തെയാണോ ഭക്ഷിക്കുന്നത്, തേന അതുകൊണ്ട് ഏതാഹ ഇവർ വാഗാദികളായ ഈ ദേവതകൾ തേന ഏതാഹ തൃപ്യന്തി അവന്റെ ചുറ്റുമിരുന്നു, അവനെ ആശ്രയിച്ചു. അതുകൊണ്ട് ഈ പ്രാണൻ ഏതൊരെണ്ണത്തെയൊക്കെയാണോ ഭക്ഷിക്കുന്നത്, പ്രാണൻ ഭക്ഷിക്കുന്ന കൊണ്ട് ഇന്ദ്രിയങ്ങൾ സംതൃപ്തരാകും. തസ്മാത് യത് അനേന അന്നം അത്തി, അനേന പ്രാണേന യത് അന്നം അത്തി, പ്രാണനെ കൊണ്ട് യാതൊരു അന്നമാണോ അത്തി ഭക്ഷിക്കുന്നത്, തേന അതുകൊണ്ട് ഏതാഹ ഇന്ദ്രിയ ദേവതാഹ തൃപ്യന്തി അവ തൃപ്തിപ്പെടുന്നു. ഏവം ഹവ ഏനം സ്വ അഭിസംവിശന്തി, ഏവം വ ഇങ്ങനെ തന്നെയാണ് ഏനം ഇവനെ സ്വാഹ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അഭിസംവിശന്തി മുമ്പിൽ നടത്തുന്നു. അഭിസംവിശന്തി അഭിമുഖമായി തന്നെ ഇരിക്കുന്നു. അഭി നേരെ, സംവിശന്തി ഇരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ തന്നെ സംതൃപ്തരാവുന്നത് കൊണ്ട് വാഗാദികളായ ഇന്ദ്രിയ ദേവതകൾ ബന്ധുക്കളായി തീർന്ന ഇന്ദ്രിയ ദേവതകൾ പ്രാണന്റെ നേരെ നോക്കി ചുറ്റും ഇരിക്കുന്നു. സ്വ അഭിസംവിശന്തി ഭർത്ത സ്വനാം ശ്രേഷ്ഠപുര, ആ പ്രാണൻ ഭർത്താവാണ്. ഭർത്താവ് വെച്ചാൽ ഭരണകർത്താവ്, ഭരിക്കുന്നവൻ. ആ അർത്ഥത്തില ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ല, ഭർത്താ ഭരണകർത്താ. സ്വാനാം സ്വന്തം ആൾക്കാരുടെ, അങ്ങനെ പ്രാണന്റെ സ്വന്തം ആൾക്കാരായ ഇന്ദ്രിയങ്ങളുടെ ഭർത്താവായി. ശ്രേഷ്ഠനായി ഉത്കൃഷ്ടനായി. പുരഹ മുമ്പിൽ നിൽക്കുന്നവനാണ്. പ്രാണനാണ് മുമ്പിൽ നിൽക്കുന്നവനായി. ഏതാഹ ഭവതി അന്നാദോ അധിപതിഹിയ, ഇവർ ഭവതി ഭവിക്കുന്നു. അന്നാദോ അധിപതിഹി യഹ, അന്നത്തെ അധഹ ഭക്ഷിക്കുന്ന അധിപതിയായി യാതൊരാളാണോ ഈ പ്രാണനെ അറിയുന്നത്. ഏവം വേദ യഹ ഉ ഹൈവം വിധം, ആരാണോ പ്രാണനെ എങ്ങനെ അറിയണം? ഭർത്താവായിട്ട്, ശ്രേഷ്ഠനായിട്ട്, പുരസ്ഥിതനായിട്ട്. ഇങ്ങനെ വേണം പ്രാണനെ അറിയാൻ എന്ന് കഥയുണ്ടാക്കി പറഞ്ഞാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പ്രാണന്റെ ചുറ്റും വന്നിരുന്നു, പ്രാണനെ നോക്കി നിന്നു. പ്രാണൻ ഭക്ഷിച്ചപ്പോൾ അവയവങ്ങളായ ഇന്ദ്രിയങ്ങൾ സംതൃപ്തരായി, ഇവർ ബന്ധുക്കളായി. എന്നല്ല, ഈ ബന്ധുക്കളായ ഇവരെയൊക്കെ പുഷ്ടിപ്പെടുത്തി പരിപോഷിപ്പിക്കുന്ന ജോലി ആർക്കുണ്ടായി? പ്രാണനുണ്ടായി. അങ്ങനെ പ്രാണൻ ബന്ധുക്കളായി, പ്രാണൻ ഭർത്താവായി, പ്രാണൻ ശ്രേഷ്ഠനായി, പ്രാണൻ പുരസ്ഥിതനായി. ഇങ്ങനെ അറിഞ്ഞ ആരാണോ പ്രാണനെ ഉപാസിക്കുന്നത്, ഏവം വേദ യ ഊഹൈവം വിധം സ്വേഷു പ്രതിഭൂഷതി, സ്വേഷു സ്വന്തം ആൾക്കാരിൽ, ബന്ധുക്കളിൽ, സ്വേഷു പ്രതി സ്വന്തം ആൾക്കാരിൽ തോറും പ്രതിർബുഭൂഷതി,
ഭവിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പേരാണ് ബുഭൂഷ. ഭവിതും ഇച്ഛ ബുഭൂഷ. ബുഭൂഷതി ഭവിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രതിബുഭൂഷതി പ്രതികൂലമായി ഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതിബുഭൂഷ എന്താ? പ്രതികൂലമായി ഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ന ഹ ഏവ അലം, ആർക്കും സ്വന്തം ആൾക്കാരിൽ ഈ പ്രാണനെ സ്വന്തം ബന്ധുക്കളായ ഇന്ദ്രിയങ്ങളോട് പ്രതികൂലമായി നിൽക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ ഭാര്യേഭ്യോ ഭവതി, ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ എന്നർത്ഥം. ഭാര്യേഭ്യ ഭരിക്കപ്പെടേണ്ടവർക്കായി. ആരാണ് ഭരിക്കപ്പെടേണ്ടവർ? ഇന്ദ്രിയങ്ങൾ. ആരാണ് ഭർത്താവ്? പ്രാണൻ. ഭാര്യേഭ്യോ ഭവതി എന്താണ്? ഭരിക്കപ്പെടേണ്ടവർക്കായിട്ട് ഭവിക്കുന്നു. അഥ യഹ ഏവ ഏതം അനുഭവതി, അനന്തരം ആരാണോ യഹ ഏവ ഏതം അനുഭവതി, ഈ പ്രാണനെ അനുഭവിക്കുന്നത്, യോ വൈ തമനു ഭാര്യാൻ ബുഭൂഷതി, ആരാണോ ഇവനെ അനുസരിച്ച് ഭാര്യാൻ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ബുഭൂഷതി ആഗ്രഹിക്കുക, ഭാര്യാൻ ബുഭൂഷതി ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഫഹൈവാലം ഭാര്യേഭ്യോ ഭവതി. അങ്ങനെയുള്ള പ്രാണൻ, ഇന്ദ്രിയങ്ങൾ പ്രാണനാൽ ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇന്ദ്രിയങ്ങൾ ഭാര്യമാർ, പ്രാണൻ ഭർത്താവ്. ഭർത്താവ് എന്ന ഈ പ്രാണൻ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നു. ഭരിക്കപ്പെടേണ്ട ഇന്ദ്രിയങ്ങൾ ഈ ഭർത്താവിനാൽ ഞങ്ങൾ ഭരിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യം, ഒന്ന് തിരിച്ച് മറിച്ച് പറഞ്ഞു എന്നല്ല. ഞങ്ങൾ ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്ന ഭർത്താവ് ഭരിക്കാനും ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പാരസ്പര്യ ബന്ധം ഇവരുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? അവർ മാത്രമേ ഭരണീയരെ ഭരിക്കാൻ ശക്തരാവുകയുള്ളൂ. ഈ ചിന്ത പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ശക്തി ഉണ്ടാവൂ. ഇന്ദ്രിയങ്ങൾക്ക് ഞങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണെന്നും പ്രാണനെ ഞാൻ ഭരിക്കുന്നവനാണെന്നും ഉള്ള ഒരു പാരസ്പര്യബോധം എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഭരിക്കപ്പെടേണ്ടതല്ല, എനിക്ക് പറ്റില്ല എന്ന് ഇന്ദ്രിയങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ ആരെ ആശ്രയിച്ചാൽ നിൽക്കുന്നത്? പ്രാണനെ ആശ്രയിക്കും എന്നാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടുവന്നത്. ഈ പ്രാണൻ ഇന്ദ്രിയങ്ങളുടെ വൈകല്യങ്ങളൊക്കെ തീർത്ത് ആ എത്തേണ്ട സ്ഥാനത്ത് ഇവരെ കൊണ്ട് എത്തിച്ചു എന്നിവരെ പറഞ്ഞു. അതൊരു ഭർത്താവിൻ്റെ ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഭരിക്കപ്പെടേണ്ട ഭാര്യന്മാരാണ്. അങ്ങനെയുള്ള ആ ഭാര്യാഭർത്തൃബന്ധത്തെ ഈ പ്രാണനും ഇന്ദ്രിയവും തമ്മിലുള്ള ബന്ധമാക്കി കൽപ്പിച്ച് അത് പരസ്പരം പൂരകമായി തീർന്നെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പ്രാണോപാസന ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പ്രാണന്റെ ഉപാസനയുടെ യോഗ്യത ആർക്കാണ്, എങ്ങനെയാണെന്ന് വിസ്തരിച്ച് ബന്ധിപ്പിച്ചതാണ് ഈ നീണ്ട ഒരു ഗദ്യത്തിൽ. തേ ദേവാബ്രുവൻ ഏതാവദ്വായുധം സർവം യദന്നം തദാത്മന ആകാശീഹി അനുനോ അസ്മിന് അന്ന ന ആഭജസ്വേതി തേ വൈ മാഭിസംവിശതേതി തഥേതി തം സമന്തം പരിണ്യവിശന്ത തസ്മാത് യദനേന അന്നമത്തി തേനൈതാസ്തൃപ്യന്തി ഏവം ഭവ ഏനം സ്വ അഭിസംവിശന്തി ഭർത്താസ്വാനാം ശ്രേഷ്ഠപുര ഏതാ ഭവത്യന്നാദോ അധിപതിഃ യ ഏവം വേദ യ ഊഹവൈവം വിദം സ്വേഷു പ്രതിബുഭൂഷതി നഹൈവാലം ഭാര്യേഭ്യോ ഭവതി അഥ യ ഏവൈതം അനുഭവതി യോ വൈതമനുഭാര്യൻ ബുഭൂഷതി സഹൈവാലം ഭാര്യേഭ്യോ ഭവതി.
അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി വേണമെങ്കിൽ വായിച്ച് ഒരു സമഷ്ടിയായിട്ടുള്ള അർത്ഥം കൊണ്ട് പറഞ്ഞു തരാം. ഇന്നിപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്കൊരു ഉപസംഹരിക്കാം. ഇത്തിരി നീണ്ടൊരു ഗദ്യമാണ്, വായിക്കാനും ഒത്തിരി പാടാണ്, അർത്ഥം മനസ്സിലാക്കാനും ഒത്തിരി പാടാണ്. അർത്ഥം ഇതൊന്നുകൂടി വ്യാഖ്യാനിച്ച് പറയാം. അലം എന്താ പര്യാപ്തമാകും, സമർത്ഥമാകും. അപ്പൊ ഇന്ന് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയങ്ങളില്ലോണ്ട് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു സർ. ഓക്കെ. നമസ്കാരം.